കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങളുമായി ചിറ്റിലപ്പള്ളി പുതൂർ കരിക്ക കോൾപ്പാടത്തെ നെൽകർഷകർ തീരാ ദുരിതത്തിൽ. ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ഏക്കർ കണക്കിന് പാടത്തെ നെൽച്ചെടികളാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. പറപ്പൂർ മുള്ളൂർ കായലിന്റെ തുടർച്ചയെന്നോണം വടക്കുഭാഗത്തായി കിടക്കുന്ന 110 ഏക്കറോളം വരുന്ന പുതൂർ കരിക്ക പാടശേഖരത്തെ നെൽകൃഷിയാണ് ഉണക്കുഭീഷണി നേരിടുന്നത്. വെള്ളമില്ലാതെ പാടം വിണ്ടുകീറിയതോടെ കോൾപ്പടവിലെ 70ഓളം വരുന്ന കർഷകർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ്. 30 ദിവസമായി പാടത്ത് വെള്ളമെത്തിയിട്ട് ചിമ്മിനി ഡാമിൽ നിന്ന് യഥാസമയം വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. 70 ദിവസം പ്രായമായ കതിരു വന്നതും കതിര് വരാറായതുമായ നെൽച്ചെടികളാണ് ഉണക്കുഭീഷണി നേരിടുന്നത്. പാടം വിണ്ടുകീറി നെൽച്ചെടികളുടെ വേരുകൾ മുറിഞ്ഞതിനാൽ ഇനി വെള്ളമെത്തിയാലും വിളവ് ലഭിക്കില്ലെന്നും തണ്ടുകൾ വാടിത്തുടങ്ങിയതായും കർഷകർ പറയുന്നു. മുട്ടാത്ത വാതിലുകളില്ലെന്നും ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയാണ് ഇത്തരമൊരു ഗുരുതര പ്രതിസന്ധിക്ക് കാരണമെന്നും പടവ് കമ്മിറ്റി കൺവീനർ രാജനും കമ്മിറ്റി അംഗം TB സുധാകരനും പറയുന്നു. ഒരു വർഷത്തിൽ ഇതുപോലെ വെള്ളം ഉണ്ടായിട്ട് ഉണങ്ങിപ്പോകേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഡാമിൽ നിറച്ചുണ്ടായിട്ടും നമ്മുടെ നെല്ലുണങ്ങി പോവുക. ഒരു മാസത്തോളമായി ഇപ്പോൾ വെള്ളം കിട്ടാണ്ടായിട്ട്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെ മീറ്റിംഗ് കഴിഞ്ഞു ഇതൊക്കെ ആയപ്പോൾ പറഞ്ഞു ഇതപ്പോൾ വെള്ളം വരും, 3 ദിവസം കൊണ്ട് വെള്ളം എത്തും. ആ 3 ദിവസം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞു. ഇതിനൊരു പ്രതിവിധി എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് ആർക്കും അറിയണില്ല. ഇത് അന്വേഷിക്കുന്നില്ല, ഒരാൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ഇത് അന്വേഷിക്കുന്നില്ല. ഭയങ്കര അനസ്ഥയാണ്. നമ്മൾ എത്ര പ്രാവശ്യമൊക്കെ കൊടുത്തെന്ന് അറിയോ, പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് എത്തണല്ല. ദിവസംവരെ കളിയും കുറേ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. അടാട്ട് ഫാർമേഴ്സ് ബാങ്കിന്റെ കീഴിൽ വരുന്നതാണ് ഈ കോൾപ്പാടം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഭൂരിപക്ഷം കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതുവരെ ഏക്കറിന് 30,000-ഓളം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾക്ക് നൽകേണ്ട വളം പോലും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചുരുക്കണ്ടത്ത് പടവ്, കരിമ്പാടം പടവ്, തോട്ടപ്പാൽ പടവ് എന്നിവിടങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് കർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ.